കോഴിക്കോട് ബേപ്പൂരിൽ മധ്യവയസ്കനെ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഹാർബറിംഗ് സമീപത്തെ ലോഡ്ജിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊല്ലം സ്വദേശിയായ സോളമനാണ് മരിച്ചത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നു. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഈ സംഭവം? കൊല്ലം സ്വദേശിയായ സോളമൻ്റെ മൃതദേഹം കഴുത്തറുത്ത നിലയിലാണ് ലോഡ്ജിൽ കണ്ടെത്തിയത്. നമ്മളിപ്പോൾ ആ ലോഡ്ജിൻ്റെ മുൻവശത്താണ് നിൽക്കുന്നത്. ഇത് ബേപ്പൂർ ഹാർബറിന് തൊട്ടടുത്തുള്ള ഒരു ലോഡ്ജാണ്. രാവിലെ ഈ ലോഡ്ജിൻ്റെ ഓണർ ഈ ലോഡ്ജിൻ്റെ ഈ മുറിയിലേക്ക് എത്തിയ സമയത്താണ് ഈ മുറിക്ക് പുറത്ത് രക്തം കാണുന്നത്. തുടർന്ന് നോക്കിയപ്പോഴാണ് കഴുത്തറുത്ത നിലയിൽ സോളമൻ്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ പോലീസ് ACP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ പ്രാഥമികമായ ഒരു പരിശോധന നടത്തുകയും ചെയ്യുകയാണ്. ഏതായാലും നിലവിലിപ്പോൾ കൊലപാതകമാണോ എന്നുള്ള സംശയത്തിൽ കൊലപാതകമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ പുരോഗമിക്കുകയാണ്. ചേട്ടാ, ഈ സോളമൻ എന്ന് പറയുന്ന ആള് കൊല്ലം സ്വദേശി, കൊല്ലം ഇരവിപുരം കാക്കത്തോപ്പ് സ്വദേശിയാണ്. അയാൾ നമ്മുടെ നാട്ടുകാരാണ്, ഞങ്ങളുടെ അയലത്തുകാരനാണ്. പുള്ളി ഇവിടെയാണോ താമസിക്കുന്നത്? ഇല്ല, പുള്ളി ചെമ്പൻസ് ലോഡ്ജിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇന്നലെ വൈകുന്നേരം ഒരു 6 മണിയോടെ ഇറങ്ങിയെന്നാണ് പറഞ്ഞത്. കുളിക്കാൻ പോകുന്ന പറഞ്ഞ് പോയതാണ്. പിന്നെ ആളാരെ കണ്ടില്ല. പിന്നെ 9 മണിക്ക് ഇവിടെ മൊബൈൽ ഷോപ്പിന് മുമ്പ് വെച്ച് കണ്ടെന്ന് പറയുന്നു. പിന്നെ കണ്ടിട്ടില്ല. എന്തെങ്കിലും പ്രശ്നം അദ്ദേഹത്തിനുള്ളത് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിവുണ്ടോ? അങ്ങനെ ഒന്നും അറിയാൻ ഇല്ല. ആരോടും അങ്ങനെ പ്രശ്നമൊന്നും ആരുമായിട്ട് അങ്ങനെയൊന്നുമില്ല. ജോലി ചെയ്യും പോവും, കുറേ നാളിങ്ങനെ ഇവിടെ അവനോട് ജോലിക്ക് പിന്നെ അയാൾ പോയിട്ട് പിന്നെ കുറേ നാൾ വീണ്ടും വരും. അല്ല, അയാൾക്ക് പറയാത്ത പ്രശ്നങ്ങൾ അയാൾക്കൊന്നുമില്ല. പിന്നെ പുള്ളി ഇത്തിരി കഴിക്കും എന്നുള്ളതേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. അതുപോലെ തന്നെ നമുക്കൊപ്പം ഈ ലോഡ്ജിലുള്ളവരുമുണ്ട്. ഈ ലോഡ്ജിലെ ഇദ്ദേഹത്തിൻ്റെ പിതാവാണ് മരിച്ച നിലയിൽ സോളമനെ കണ്ടെത്തിയത്. എന്താ സംഭവിച്ചത്? അച്ഛനെന്തെങ്കിലും പറഞ്ഞു? അച്ഛനൊന്നും പറഞ്ഞില്ല. ഓല് രാവിലെ ഇപ്പോൾ ക്ലീൻ ആക്കാണ്ട് വരുന്നതാണ് ദിവസവും. അപ്പോൾ ഈ ദിവസം വരുമ്പോൾ പുറത്ത് നോക്കിയപ്പോൾ റൂമിൻ്റെ പുറത്ത് ചോര ഉണ്ട്. അപ്പോൾ എന്താ നോക്കിയപ്പോഴാണ് ഡോർ നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. പുള്ളി എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത്? സോളമൻ എപ്പോഴാണ് ലോഡ്ജിലേക്ക് വന്നത്? അത് കറക്റ്ററിയില്ല. അയാളുടെ പേരിൽ തന്നെയാണോ ഇവിടെ മുറിയെടുത്തത്? അല്ല, വേറെ ആളുടെ പേരിൽ. വേറെ ആളുടെ പേരിലാണ് മുറിയെടുത്തത് അല്ലേ? വേറെ ആരെങ്കിലും ആ മുറിയിലേക്ക് പോയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ? അതറിയില്ല, കാരണം നമ്മളോട് ചെയ്യാനല്ലോ. രാവിലെ വന്ന് നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. അതെ. ഏതായാലും കഴുത്തറുത്ത നിലയിലാണ് മൃതദേഹം. ഇനിയിപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നിലവിലിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.